കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാശികളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലൊരു സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ചില ദൈവദിന ഭാഗങ്ങൾ വായിക്കുന്നു. സദൃശവാക്യം 31 അധ്യായം അതിന്റെ 10 വാക്യം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളായി പേര് രേഖപ്പെടുത്താത്ത, പേര് പറയാതെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിച്ച അനവധി സഹോദരിമാരുടെ സഹോദരന്മാരുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവം പേര് വെളിപ്പെടുത്താതെ ശക്തമായി ദൈവം ഉപയോഗിച്ച അനവധി വ്യക്തിജീവിതങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അല്ലെങ്കിൽ ഒരു സാമർഥ്യമുള്ള ഭാര്യയുടെ ഒരു നല്ല ചിത്രമാണ് അല്ലേരിയ സദൃശവാക്യം 31 അധ്യായം അതിന്റെ 10 തൊട്ട് 31 വരെ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അല്ലേരിയ ഈ അവസാനമായ അധ്യായത്തെ അവസാനമായ അധ്യായത്തെ 2 ഭാഗമായി തിരിക്കാവുന്നതാണെന്നാണ് നമ്മൾ ദൈവത്തിനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ഭാഗത്ത് അല്ലേരിയ ലെമുവേലിന്റെ അമ്മ അവനെ ഉപദേശിച്ചതും, രണ്ടാമത്തെ ഭാഗത്ത് സാമർഥ്യമുള്ള ഭാര്യ എങ്ങനെയുള്ളവളെന്നും ലെമുവേലിന്റെ വചനങ്ങളും ആണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലേലിയ ഇതിലെ വർണ്ണന സുന്ദരവും സാർവത്രികമായി അല്ലേലിയ സാർവലൗകിക പ്രശസ്തവുമാണെന്ന് വേദപണ്ഡിതാക്കളൊക്കെ രേഖപ്പെടുത്തുന്നു. അല്ലേലിയ സ്തോത്രം. ഇവിടെ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാതൃത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും ഭാര്യത്വത്തിന്റെയും തിളക്കമാർന്ന ഗുണങ്ങൾ ആരെയും കോരിത്തെരിപ്പിക്കുന്ന വിധത്തിലാണ് അല്ലേലിയ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഒരുപോലെയുള്ള കുടുംബം എങ്ങനെയായിരിക്കും എന്നുള്ള ഭാഗ്യവർണ്ണനയോടെ ഈ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അല്ലേലിയ അപ്പം ഗുണവതിയായ ഭാര്യ പരിജ്ഞാനത്തിലും നിഷ്ഠയിലും സ്നേഹത്തിലുമായി ദൈവിക നിയോഗപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തി നല്ല മാതൃത്വമുള്ള, നല്ല ഭാര്യത്തോളം അനേകർക്ക് ആമെ മാതൃകയായ ദീർഘവീക്ഷണമുള്ളവളായിരിക്കണമെന്ന് അല്ലേലിയ ഈ ദൈവദിന ഭാഗത്ത് കാണാൻ കഴിയും. മാത്രമല്ല എല്ലാ സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പോലെ, കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അറ്റകുറ്റപ്പണി ചെയ്ത് അത് നേരെയാക്കുന്നത് പോലെ കുടുംബത്തിനകത്തും അനവധി കേടുപാടുകൾ കുടുംബജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറയുന്നത് അല്ലേലിയ അതിന്റെ കേടുപാടുകൾ, കുറവുകൾ നോക്കി അവയെ പരിഹരിച്ച് വീണ്ടും കുടുംബം യഥാസ്ഥാനപ്പെടുത്താൻ അവർ തയ്യാറാണ്. അല്ലേലിയ അധ്വാനശീലിയായ ഒരു സ്ത്രീരത്നം എല്ലാ നിലകളിലും എക്കാലത്തും പരിഹസിക്കപ്പെടുന്നവളായിരിക്കും. യഹോവ ഭക്തിയാണ് ഇതിന്റെ എല്ലാം ആരംഭമെന്ന് ഈ സദൃശവാക്യത്തിന്റെ ചരിത്ര ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അപ്പൊ യഹോവ ഭക്തിയോടുകൂടി ജീവിക്കുന്ന, ദൈവഭയത്തിൽ ജീവിക്കുന്ന, ഭവനത്തിൽ പ്രാർത്ഥനയുള്ള, ആരാധനയുള്ള, വചനധ്യാനമുള്ള, ദൈവത്തെ അനുസരിക്കുന്ന, പ്രമാണത്തിൽ വിശ്വസിക്കുന്ന, ദൈവിക കൽപ്പനകളെ ആചരിച്ചു പോകുന്ന കുടുംബം അല്ലേരിയ അവിടെ ഉള്ള സഹോദരിക്ക് ആ വീട്ടിനകത്തെ ആമി സ്ഥാനം, മാനം, വില, പ്രശംസയൊക്കെ നമ്മൾ ആമി എടുത്ത് പ്രശംസിക്കരുത് തന്നെയാണ്. എല്ലാ കുടുംബത്തിലും അല്ല, ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്. അല്ലേരിയ ഈ സ്തോത്രം ഈ സദൃശവാക്യം ശലോമോൻ ഇങ്ങനെ എഴുതി തരാൻ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ കടന്നുപോയ അനവധി ചിന്തകളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ ജാതി മത വിഭാഗത്തിലും വിവാഹം നടക്കാറുണ്ട്. ഹൈന്ദവരിലായിരുന്നാലും, ഇസ്ലാമിലായിരുന്നാലും, ക്രൈസ്തവരിലായിരുന്നാലും, വേർപെട്ട കൂട്ടങ്ങളായിരുന്നാലും എല്ലാ മേഖലയിലും വിവാഹമുണ്ട്. വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ആദിവാസികൾ തൊട്ട് ആമേ ഉന്നത കുടുംബത്തിൽ ജീവിക്കുന്നവരുടെ ഭവനത്തിൽ വിവാഹമുണ്ട്. ഭാര്യഭർത്തൃ ജീവിതം നയിക്കുന്നു. അപ്പൊ എത്രമാത്രം ആമേ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും അതിന്റെ നടുവിലൊരു ചോദ്യചിഹ്നമാണ് സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? ഗുണവിശേഷമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അല്ലേരിയ ഗുണശാലിയായ സ്ത്രീയെ കുറിച്ച് പലപ്പോഴും നാം സംസാരിക്കാറുണ്ട്. അല്ലേരിയ ഗുണശാലിയായ സ്ത്രീ എങ്ങനെ ശോഭിക്കണമെന്നൊക്കെ സദൃശവാക്യം 31 അധ്യായം
അതിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ നാം എടുത്ത് വായിച്ച് സഹോദരിമാർക്കും അതുപോലെ പൊതുവിലുള്ള ക്ലാസ്സുകളൊക്കെ നൽകാറുണ്ട്. പക്ഷെ ആ ക്ലാസ് കൊണ്ട് അത് കേട്ട് മറക്കുന്നവരായി ജനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഇതിനകത്തുള്ള ആലോചനകൾ ഈ ശലോമോൻ പറയാൻ കാരണം, ഹല്ലേലൂയ സ്തോത്രം, ഗുണശാലിയായ സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ് ശലോമോന്. ഗുണശാലിയായ ഒരു ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി, ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടി ശലോമോൻ വളരെ കഷ്ടപ്പെടുകയാണ്. ശലോമോൻ എന്ന് പറയുന്ന വ്യക്തി ജ്ഞാനിയിൽ ജ്ഞാനിയാണ്. ദൈവം പ്രത്യേക കഴിവ് കൊടുത്ത് പ്രത്യേക ജ്ഞാനം കൊടുത്ത് നിറച്ചവനാണ്. ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് ശേബരാജ്ഞി പോലും വന്നു എന്ന് നമ്മൾ വേദപുസ്തകം വായിക്കുന്നു. അത്ര ജ്ഞാനമുള്ളവനായിരുന്നു. ആ ജ്ഞാനമുള്ള സഭാപ്രസംഗി അഥവാ ശലോമോൻ സദൃശവാക്കി എഴുതിയവൻ, ഹല്ലേലൂയ, ഒരു ഗുണവതിയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ശലോമോൻ, ഹല്ലേലൂയ സ്തോത്രം, 700 ഭാര്യമാരും, ഹല്ലേലൂയ, 300 വെപ്പാട്ടുകളെയും വെച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഭാര്യമാർ ഏകദേശം 1000 പേർ, 1000 ഭാര്യമാർ, ഹല്ലേലൂയ സ്തോത്രം, ഈ ശലോമോൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അത്രമാത്രം ഭാര്യമാരുണ്ടായിരുന്നിട്ടും ഗുണവതിയായ ഗുണശാലിയായ ഒരു ഭാര്യയെ തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1000 ഭാര്യമാരിൽ ഗുണശാലിയായ ഗുണവതിയായ ഒരു ഭാര്യയെ കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് നാം സദൃശവാക്യത്തിൽ ശലോമോൻ ഇത് രേഖപ്പെടുത്താൻ കാരണം. ഹല്ലേലൂയ സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 28-ാം വാക്യം വായിക്കും കാണുന്നത്, ഞാൻ താല്പര്യമായി അന്വേഷിച്ചു കൊണ്ടിരുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത് 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി, എങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരും അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ഈ മനുഷ്യൻ പറയുന്നത് എന്താണ്? 1000 പേരിൽ, ഹല്ലേലൂയ, ഒരു പുരുഷനെ, ഗുണശീലമുള്ള ഗുണവാനായ നല്ലവനായ ഒരു പുരുഷനെ കണ്ടെത്തി. പക്ഷെ 1000 സ്ത്രീകളെ എടുത്ത് തെരഞ്ഞു നോക്കിയപ്പോൾ അതിലൊരു സ്ത്രീയെ കണ്ടെത്തിയില്ലെന്നാണ്. ഹല്ലേലൂയ. ശലോമോന്റെ ജ്ഞാനമൊന്നും നമുക്കില്ല. ശലോമോന്റെ ജ്ഞാനമൊന്നും ഈ ലോകത്തിന് ആർക്കും ഇല്ലതാണ്. ഹല്ലേലൂയ. നീ ഉണ്ടെന്ന് നടിക്ക് തരും പോലും അത് ബോഷ്കാ. ശലോമോനാണ് ദൈവത്തിന് പിന്നെ ജ്ഞാനം കൊടുത്തത്. ഇവിടെ നേരില്ലാത്ത സ്ത്രീയെ കുറിച്ചാണ് ഈ സഭാപ്രസംഗി 7:28 പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ സ്ത്രീയോട് ഉപമിച്ച് വർണ്ണിച്ച ശലോമോന് സദൃശവാക്യം 8-1 ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ തന്നെ സദൃശവാക്യം 9-1 ഒക്കെ വായിച്ചാലും, തുടർന്ന് ഈ സഭാപ്രസംഗി 8-1 ഹല്ലേലൂയ, സഭാപ്രസംഗി 9-1 ചേർത്ത് വായിച്ചാലും ഇവിടെയെല്ലാം ശലോമോൻ പറയുന്ന ചില ഭാഗങ്ങൾ കാണാം. ഹല്ലേലൂയ. അപ്പം സഭാപ്രസംഗി 8 പറയുന്നത്, ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ, കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവനാ, മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നുവെന്ന് സഭാപ്രസംഗി 8-1. 9-1 വായിക്കുന്നത്, ഇതൊക്കെ ഈ നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സ് വെച്ചു, സ്നേഹമാകട്ടെ ദോഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല, സർവവും അവന്റെ മുമ്പിൽ ഇരിക്കുന്നതാനും. വളരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞ് ജ്ഞാനത്തെ സ്ത്രീയോട് ഉപയോഗിച്ച് ശലോമോൻ പറയുന്ന ഭാഗങ്ങളാണ്. തകർച്ചയുടെ മുഖാന്തരമായി സ്ത്രീകളെ കാണുക. തകർച്ചയുടെ മുഖാന്തരമായി സ്ത്രീകളെ ശലോമോൻ കാണുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹവ്വ മുതലുള്ള സ്ത്രീകളെ താൻ നിരീക്ഷിച്ചു നോക്കി. ദൈവത്തിന്റെ ആദിമ സൃഷ്ടിയായിരുന്ന ഹവ്വ മുതലുള്ള സ്ത്രീകളെ ശലോമോൻ നിരീക്ഷിച്ചു. എന്നാൽ നേരുള്ള വിശ്വസ്തമായ സ്ത്രീകളെ കണ്ടെത്തിയില്ലെന്നുള്ളതാണ്. അപ്പം ദൈവത്തിന്റെ സൃഷ്ടികളിൽ ആദമിനെയും ഔവ്വയും ദൈവം സൃഷ്ടിച്ച് അവർക്ക് പാർക്കുവാൻ ഏദൻ തോട്ടം കൊടുത്ത് ദൈവം കൽപ്പനകൾ കൊടുത്തു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പന കൊടുത്ത് അവരെ തോട്ടത്തിലാക്കിയെങ്കിലും സർപ്പം ഉപായത്തിൽ അവരെ ചതിച്ച് ഹവ്വ തന്നെ ആദ്യമേ പാപത്തിൽ വീണു. തന്റെ ഉള്ളിലുള്ള നേരും വിശ്വസം നഷ്ടപ്പെട്ടു. അങ്ങനെ ഹവ്വയെ തൊട്ട് തിരഞ്ഞാണ് ശലോമോൻ തന്റെ അന്വേഷണം ആരംഭിക്കുന്നത്.
ഈ അന്വേഷണം ഇന്നും തുറന്നുകൊണ്ടിരിക്കുക. അല്ലേറിയ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. അല്ലേറി എന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഗുണശാലിയായ സ്ത്രീ കുടുംബത്തെ അമലെ പോറ്റുന്നവളാണ്. ഗുണശാലിയായ സ്ത്രീ കുടുംബത്തെ വളർത്തിയെടുക്കുന്നവളാണ്. ഗുണശാലിയായ സ്ത്രീ കുടുംബത്തിൽ മാതൃകയുള്ളവളാണ്. കുടുംബത്തെ നടത്തുന്നവളായിരിക്കും. അല്ലേറിയ അവൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാർക്ക് വീണ്ടുന്ന ആഹാരവും അവർക്ക് വീണ്ടുന്നതെല്ലാം ചെയ്ത് തന്റെ ഭർത്താവിനെ ഒരുക്കി രാവിലെ ജോലിക്ക് അയക്കുന്ന ഗുണവതിയായ ഭാര്യമാരുണ്ട്. അല്ലേലിയ അവൾ ഒരിക്കലും ചുമ്മാതെ ഇരിക്കാതെ വീട്ടിലുള്ളവരെ കുറിച്ച് വളരെ കർശനമുള്ളവരും അവരെ കുറിച്ച് നന്നായി അന്വേഷിക്കുന്നവരും അവരുടെ കാര്യാദികളിൽ നന്നായി ഇടപെടുന്നവരും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവളും അവരെ കാത്തു പരിപാലിക്കുന്നവരുമായിരിക്കും ഒരു നല്ല ഗുണവതിയായ ഭാര്യ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഭാര്യമാര് രാവിലെ ഒന്നും എഴുന്നേൽക്കാതെ പ്രാർത്ഥനയൊന്നുമില്ലാതെ വെളുപ്പാങ്കാലത്തും മൊബൈലിൽ നോക്കി കിടക്കുക. രാവിലെ എഴുന്നേൽക്കേണ്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്തും ഭാര്യയെ തട്ടി എഴുന്നേൽപ്പിച്ച് വെള്ളം കുടിച്ചിട്ട് പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ട് പറയും നിങ്ങൾ വഴിയിൽ നിന്ന് വല്ലതും കഴിച്ചോളാൻ പറയും. അങ്ങനത്തെ ഭാര്യമാരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞു കേട്ടോ. അല്ലേറിയ ഭവനത്തെ നോക്കി പോറ്റി പുലർത്തുന്ന, ഭർത്താവിനെ സംരക്ഷിക്കുന്ന, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന, മക്കളെ ശുശ്രൂഷിക്കുന്ന, അമ്മായിയപ്പനെ അമ്മ ശുശ്രൂഷിക്കുന്ന, വീട്ടിലുള്ളവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഗുണവതിയായ ഭാര്യയെ ആർക്ക് കിട്ടുമെന്നുള്ളതാണ്. അല്ലേലിയ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു ഭവനത്തിലേക്ക് കടന്നു വന്ന സാമർത്ഥ്യമുള്ള ഭാര്യ അമ്മായിയമ്മയെ ചുമരിനോട് ചേർത്തടിക്കുന്നത്, മുടിക്കുത്തിരി പിടിച്ചടിക്കുന്നത്, നിലത്ത് വാരി അടിക്കുന്നത്, അവരെ കോലുകൊണ്ട് വളരെ മൃഗീയമായി അടിക്കുന്നത്, അവരെ ചവിട്ടുന്നത്, എന്തിനേറെ പറയുന്നു, പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും പറയാതിരിക്കുന്ന എങ്ങനെയാണ് അമ്മായിയമ്മമാർക്ക് നേരെ അവരുടെ തുണികൾ പോലും പൊക്കിക്കാണിച്ച് അവരെ അപമാനിക്കുന്ന നികൃഷ്ടയായ സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേറിയ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലോകം. അതുകൊണ്ടാണ് സാമർത്ഥ്യമുള്ള ഒരു ഭാര്യ ആർക്ക് കിട്ടുമെന്ന് ശലോമോൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1000 ഭാര്യമാരും വെപ്പാട്ടികളും കൂടെ 1000 പേര് ശലോമോൻ ഉണ്ടായിട്ടും ഗുണവതിയായ ഒരു ഭാര്യയെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഓർത്തോളം എത്ര കാഠിന്യത്തോടു കൂടിയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യമാർക്ക് ഭർത്താവ് ഉണ്ടായിട്ട് പോലും ഭർത്താവിനെ കൂടാതെ, ഭർത്താവ് അറിയാതെ രഹസ്യ കാമുകന്മാർ. ഈ മൊബൈലൊക്കെ വന്ന് പിന്നെ മിക്കവാറും സൗദിമാർക്ക് ചാറ്റിങ്ങാ, രഹസ്യ കാമുകന്മാർ. അല്ലേ ചില കുടുംബങ്ങളിലൊക്കെ 2 ഭർത്താക്കന്മാർ വരെ ഉണ്ടെന്ന്. ചില കുടുംബങ്ങളിലൊക്കെ 2 ഭർത്താക്കന്മാർ വരെ ഉണ്ട്. അല്ലേലിയ അങ്ങനെയൊക്കെയാ കാലഘട്ടം ഇന്നെന്ന് പറയുന്നത്. അത്രമാത്രം അതം പതിച്ചു പോയൊരു സമൂഹത്തിന്റെ നിലവിലാണ് ദൈവം നമ്മെ നിർത്തിയിട്ട് പറയുന്നത് സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. അതെ, അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദൈവത്തെ ഭയപ്പെട്ട്, ദൈവവചനത്തെ ഭയപ്പെട്ട്, ദൈവത്തിന്റെ കൽപ്പനകളിൽ ജീവിക്കുന്ന സാമർത്ഥ്യമുള്ള, രാവിലെ എഴുന്നേറ്റ് ഭർത്താവിനെയും മക്കളെയും വിളിച്ചുണർത്തി, അമ്മയും അപ്പനെ അല്ലെങ്കിൽ അമ്മായിപ്പനെ വിളിച്ചുണർത്തി അവരെ എല്ലാം കൂടെ കൂട്ടിയിരുത്തി പാട്ടുകൾ പാടി, ദൈവിക സന്നിധിയിൽ വന്നിരുന്ന് ഭക്തിയുള്ള പാട്ടുകൾ പാടി, വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രബോധനം പറഞ്ഞ് കുടുംബത്തെ രാവിലെ തന്നെ സമർപ്പിക്കുന്ന അല്ലേലിയ ഗുണപതിയായ നല്ല ഗുണാദി അംശങ്ങളുള്ള അല്ലേലിയ നല്ല സഹോദരിമാരും ഉണ്ട് കേട്ടോ. രക്തം ചെയ്യും കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നവരല്ല. ഇന്നത്തെ സാമർത്ഥ്യമുള്ള ഭാര്യമാരെന്ന് പറയുന്നവരൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വീട്ടിലെ പണി എങ്ങനെയും അടിച്ചു പിടിച്ചു പെട്ടെന്ന് തുടച്ച് തീർത്തിട്ട് അയൽഭവനങ്ങളിലേക്ക് കൊടുക്കുക നുണ പറയാൻ. അടുത്ത വീട്ടിൽ ചെന്നിട്ട് അമലയ്യ കുറെ സഹോദരിമാരെ കൂട്ടം ചേർത്ത് പിന്നെ നുണയാണ്, ഏഷണിയാണ്. മാന്യമായിട്ട് ജീവിക്കുന്നവരെ പോലും അപവാദ കേസുകളിൽ കുടുക്കി അപവാദം പറഞ്ഞ് മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ പോലും ദോഷമായ രീതി ചിത്രീകരിച്ച് അനവധി കുടുംബങ്ങളെ തകർക്കുന്ന സഹോദരിമാരുടെ നുണക്കൂട്ടങ്ങളും പെരുകിയിട്ടുണ്ട്. എൻ്റെ ഏരിയ ഞാനിത് പറയുമ്പോൾ ഞാനെന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. സ്തോത്രം. നിങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. കാണുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. വേദപുസ്തകത്തിനകത്തും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നാൽ ദൈവം ശക്തമായിട്ട് ദൈവകരങ്ങളിൽ ഉപയോഗിച്ച
അനവധി സാമർഥ്യമുള്ള ഭാര്യമാരെ, ഗുണവിശേഷങ്ങളുള്ള, ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന, കുടുംബത്തെ നോക്കി പോറ്റി പുലർത്തിയ, കുടുംബത്തെ നന്നായി ഭരിച്ച, ഭർത്താവിനെ നോക്കിയ, മക്കളെ നോക്കിയ നല്ല കുടുംബങ്ങൾ, നല്ല ഭാര്യമാര് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ വചനമൊക്കെ തരുന്നത് നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി. കാരണം കർത്താവ് വരാൻ സമയമായി, ദൈവത്തിന്റെ സഭ എടുക്കപ്പെടാൻ സമയമായി. അതുകൊണ്ട് ഈ ഭൂമിയിൽ കുടുംബത്തെ നന്നായിട്ട് പണിതെടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ആലോചനകൾ തരുമ്പോൾ, ഹല്ലേലൂയ, നാം ആ വചനത്തെ അനുസരിക്കണം. ഈ കാലഘട്ടത്തിൽ ഈ മൊബൈലിനകത്ത് ചാറ്റ് ചെയ്ത് സമയം വേർപെടുത്തി കളയാതെ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ സ്ഥാപിച്ച് കുടുംബത്തിനകത്ത് ഛിന്നഭിന്നമായി തീരാതെ, ഭർത്താവിനെ ഉപേക്ഷിച്ചിറങ്ങി ഓടാതെ, അല്ലെങ്കിൽ മറ്റു പുരുഷനെ അന്വേഷിച്ച് പോകാതെ, കുടുംബത്തിനകത്ത് ദൈവം കൂട്ടി യോജിപ്പിച്ച ഉഭയസമ്മതത്തോടുകൂടി ദൈവിക നിർണയപ്രകാരം ദൈവത്താൽ ഉടമ്പടി ചെയ്ത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഭാര്യ ഭർത്താക്കന്മാർ കുടുംബത്തിനകത്ത് ദൈവഭയത്തോടെ ജീവിക്കണം. പ്രവേശനോ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നല്ല ഗുണാതിശയമുള്ള ഭാര്യമാർ ഭർത്താവിനും കുടുംബത്തിനും മക്കൾക്കും മാതൃകയായിരിക്കും. നിങ്ങൾ ഈ സഭാപ്രസംഗിയുടെ പുസ്തകം ഒക്കെ വായിക്കുമ്പോഴും, അല്ലെങ്കിൽ സദൃശവാക്യം വായിക്കുമ്പോഴും, ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോഴേ ഈ ദൈവവചനത്തിന്റെ ശരിയായ മർമ്മങ്ങൾ കാവ്യപുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറഞ്ഞ എല്ലാവരെയും കാത്തി പരിപാലിക്കുന്ന, വെളുപ്പാങ്കാലത്ത് പുലർക്കാലത്ത് എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് വേണ്ടുന്നതെല്ലാം കരുതി വീടിനെ നന്നായി കാത്തു സൂക്ഷിക്കുന്ന, അപ്പോൾ തന്നെ ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന, എല്ലാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദൈവത്തിന് കൊടുത്തുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനവധി കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല വിദ്യാഭ്യാസവും അറിവും കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടായിരുന്ന പലരും കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് കയ്യിലെ ഞരമ്പ് മുറിച്ച് ആറ്റിൽ ചാടി മരിച്ചത്. പലരും പെട്രോൾ ഒഴിച്ചും മണ്ണെണ്ണ ഒഴിച്ചും തീ കത്തി മരിക്കുന്ന, പലരും മുഴുവൻ കയറിൽ തൂങ്ങി മരിക്കുന്ന, ട്രെയിനിന്റെ മുമ്പിൽ ചാടുന്ന, വണ്ടിയുടെ മുമ്പിൽ ചാടുന്ന, വിവിധ തലങ്ങളിൽ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനവധി സഹോദരിമാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് എന്താ പ്രയോജനം? ആത്മഹത്യ കൊണ്ട് ഒരു പരിഹാരവുമില്ല. ആത്മഹത്യ കൊണ്ട് ഒരു ഒന്നും നേടാനും കഴിയത്തില്ല. അവരുടെ ജീവിതം നശിച്ചത് തന്നെ, അവരുടെ കുടുംബം നശിച്ചത് തന്നെ. പേരുദോഷം മാറില്ല, ശാപം മാറില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ദൈവസന്നിധി പണിതെടുക്കണം. ഒരു കുടുംബത്തിന്റെ കെട്ടുപണി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഭാര്യമാരുടെ കയ്യിലാണ്. പിതാക്കന്മാരൊക്കെ പറയാറുള്ളത് കാരണം കുടുംബത്തിന്റെ വിളക്ക് ഭാര്യയാണെന്ന് പറയാറുണ്ടല്ലോ. കുടുംബത്തിന്റെ വിളക്ക് ഭാര്യയാണെങ്കിൽ ആ കുടുംബം മുഴുവൻ പ്രകാശമായിരിക്കും. ഹല്ലേലൂയ. അതൊരു തരത്തിൽ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറയുന്നതാണെങ്കിൽ, പിതാക്കന്മാർ പറഞ്ഞു വെച്ചൊരു കാര്യമാണെങ്കിലും, കുടുംബത്തിന്റെ വിളക്ക് ഭാര്യ എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെ, സത്യം തന്നെ. അങ്ങനെയുള്ള അനവധി കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബമായാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കലമായ ഉടയുമെന്നൊക്കെ പറഞ്ഞതുപോലെ കുടുംബമായാൽ അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത ഒരു കുടുംബങ്ങളുമില്ല. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്നാ. ഹല്ലേലൂയ. അല്പസ്വല്പം പ്രശ്നം കൊണ്ടായാലും സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ ഭർത്താവ് ഭാര്യയോട്, അപ്പനമ്മമാർ മക്കളോടും അമ്മായിയും മരുമോടും പറഞ്ഞ് ആ വിഷയം പരിഹരിക്കണം. രക്തം ചെയ്യും. എങ്കിലേ കർത്താവ് വന്നാൽ പോകത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കർത്താവ് വന്നാൽ പോകത്തില്ല. നമുക്കറിയാം, ഇന്ന് അനവധി കുടുംബങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവകാശപ്പെടുന്ന വിശ്വാസികളുടെ കുടുംബത്തിൽ പോലും അമ്മായിയും മരുമോളും തമ്മിൽ ഭയങ്കര കലഹമാണ്. ശ്രീധനത്തിന്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ്, വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ്, കുടുംബത്തിന്റെ മഹിമ പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞ് എത്രയോ കുടുംബങ്ങളാണ് പ്രശ്നം. എത്രയോ കുടുംബത്തിനകത്താണ് രണ്ട് കലത്തിൽ കഞ്ഞി വെക്കുന്നത്. എത്രയോ കുടുംബത്തിനകത്താണ് മക്കളും അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നം മുഖാന്തരം കുടുംബം ഛിന്നഭിന്നമായി മാറിയത്. എത്ര കുടുംബജീവിതമാണ് തകർന്നത്. എത്ര കുടുംബത്തിലാണ് പ്രശ്നമുണ്ടായി. അത് മുഖാന്തരം എത്ര പേര് ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ എത്രയോ പേര് ജയിലിൽ കിടക്കുന്നു. കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുമ്പോൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതിനു മുമ്പ് ഏറ്റുപറഞ്ഞ് ക്ഷമാപണം നടത്തിക്കോണം. രക്തം ചെയ്യും. നല്ല കുടുംബത്തെ വേണം പണിതെടുക്കാൻ. നല്ല കുടുംബത്തെ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. നമ്മുടെ ഭവനത്തിനകത്ത് യുവതലമുറ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ടുപോയി. എല്ലാ കുടുംബത്തിനകത്തും ലഹരിയുടെ ഉൽപ്പന്നങ്ങൾ പെരുകി.
ബാറിൽ കിടക്കുന്നതും കള്ളുഷാപ്പിൽ കിടക്കുന്നതും ബീവറേജിൽ കിടക്കുന്ന വിഷമെല്ലാം വാങ്ങിക്കൊണ്ടെന്നും വീട്ടിനകത്തെ അലമാരിയിലും ഷോക്കേസിലും ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അത് ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ അപ്പനമ്മമാർ ഒന്നിച്ചിരുന്ന് വിഷം കുടിക്കുന്ന ഈ ലഹരി ഉപയോഗിച്ച് ലഹരി അടിമകളായിരിക്കുന്ന അനവധി കുടുംബങ്ങൾ. അങ്ങനെയുള്ള കുടുംബങ്ങളൊന്നും ഐശ്വര്യമില്ലാത്ത കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളൊക്കെ സാത്താനെ നിയന്ത്രിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? വലിയ ഈ ലഹരിക്കേടിയുമായിട്ട് ഭാര്യ ഭർത്താവ് അപ്പനും അമ്മയുടെ ഓരോ മൊബൈലുമായിട്ട് അവിടെ ഇവിടെ മാറിയിരുന്ന് മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവർ വളർന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്ത് ദൈവികമായ അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുവരാതെ, ഹല്ലേലൂയ, നേരായ വഴിയിലൂടെ നടത്തുവാൻ അവർക്ക് വേണ്ടുന്ന ബുദ്ധി ഉപദേശം കൊടുക്കാതെ, ദൈവവചനത്തിൽ വേണ്ടുന്ന പരിശീലനം കൊടുക്കാതെ ഈ മൊബൈലിന് അടിപ്പെട്ടുപോയ കുടുംബങ്ങളൊക്കെ, സ്തോത്രം, എന്താണ് സംഭവിക്കുന്നത്? പിന്നത്തേതിൽ ഈ മക്കൾ മദ്യത്തിന് ലഹരിക്ക് അടിമയായി മാറും. എന്നിട്ട് പറയും, എന്റെ മകൻ മദ്യത്തിനടിമയായി, ലഹരിക്കടിമയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് അഡീഷണൽ സെന്ററിൽ സ്തോത്രം 500-ലധികം പെൺകുട്ടികളാണ് ചികിത്സ തേടിയെത്തിയത്. എന്തിനാ? ലഹരി ഉപയോഗിച്ച്. ഹല്ലേലൂയ. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഹല്ലേലൂയ. നിന്റെ മക്കൾ ലഹരിക്ക് അടിമയായി മാറുന്നതിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നെങ്കിൽ, കൂട്ടുകാരുമായിട്ട് അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാവി, നിന്റെ കുടുംബ ജീവിതത്തിലെ, നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിനകത്ത് മാതൃകയില്ലാത്തത് കൊണ്ടാണ് നിന്റെ മക്കൾ മദ്യത്തിനടിമയായി മാറിയത്. കാരണം നിന്റെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വന്ന അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ലഹരി ഉപയോഗിച്ച് പുകവലിച്ച് ഇരിക്കുന്നതും അത് ചെയ്യുന്നതും മക്കൾക്ക് കൊടുക്കുന്നതും മക്കൾ കണ്ടു കേട്ട് വളരുമ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവരും മദ്യപാനികളായി മാറും. സ്തോത്രം. എന്നിട്ട് അടുത്ത വീട്ടിലെ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട്, അടുത്ത വീട്ടിലെ ചേട്ടനെ മോനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഴിചാരാനല്ല പഠിക്കേണ്ടത്, നിന്റെ കുടുംബത്തെ നീ നന്നായിട്ട് വളർത്തണം. അതുകൊണ്ട് വീട്ടിലെ ഭാര്യമാരാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ വിളക്ക്. അതറിഞ്ഞ് ഭർത്താക്കന്മാർ നിൽക്കണം കേട്ടോ. അതറിഞ്ഞ് ഭർത്താക്കന്മാർ നിൽക്കണം. രാവിലെ ഇറങ്ങിപ്പോയിട്ട് കിട്ടുന്ന പൈസയ്ക്ക് മുഴുവൻ കള്ളും കുടിച്ച് വെളിവ് കെട്ട് റോഡിലെവിടെയും കിടന്നിട്ട്, അഥവാ വീട്ടിൽ വന്ന് കഞ്ഞി വെക്കുന്ന പാത്രം എടുത്ത് എറിഞ്ഞ് മക്കളുടെ നേരെ ഭാര്യയുടെ കലഹമുണ്ടാക്കി അസഭ്യം വിളിച്ച് പറയുന്ന ഭർത്താക്കന്മാരും കുടുംബത്തിന്റെ ശാപമാണ്. മദ്യം കുടിക്കുന്നവരുന്നതിന്റെ ശാപമാണ്. മദ്യം കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ ശാപമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പറയും, ഓരോ ദിവസവും എത്ര കണക്കിന് ജനങ്ങളെ മദ്യം കുടിച്ച് വെളിവില്ലാതെ ഉടുതുണിയില്ലാതെ റോഡിന്റെ സൈഡിൽ ഓടയിൽ കിടന്ന് നായ്ക്കൾ പോലും മൂത്രമൊഴിച്ച് പോകുന്ന എത്ര പേരെയാ ഓരോ ദിവസം കാണുന്നറിയോ? ഹല്ലേലൂയ. കാരണം മാതൃകയില്ല, ദൈവഭയമില്ലാതായിപ്പോയി. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തികൾ അകപ്പെട്ട് കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കി പിശാചി തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ശലോമോനെ തനിക്ക് 1000 ഭാര്യമാരും വെപ്പാട്ടികളും കൂടി 1000 പേരുണ്ടായിട്ടും അതിനകത്ത് ഗുണവതിയായ ഒരു ഭാര്യയെ കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞില്ല. രക്തം ചെയ്യാം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എത്രയോ ഭാര്യമാരാണ് കാമുകന്മാരോട് ചേർന്ന ഭർത്താക്കന്മാർക്ക് വിഷം കൊടുത്ത ഭർത്താക്കന്മാരെ കൊന്ന ബിപിയിൽ ഒതുക്കിയും അല്ലെങ്കിൽ ചേറിനകത്ത് ഒതുക്കിയും സ്തോത്രം വെട്ടി നുറുക്കി കഷ്ണങ്ങളായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും. അങ്ങനെ എത്ര നീചമായ ക്രൂര കൃത്യങ്ങൾ സഹോദരന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തുകൊണ്ടാണ്? ദൈവഭയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ദൈവത്തെ അറിയാതെ പോയ തലമുറ, ദൈവം ആരെന്നറിയാതെ ദൈവത്തെ അറിയാതെ പോയ തലമുറ, കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി സാത്താൻ കുടുംബത്തിനകത്ത് ആധിപത്യം പുലർത്തി കഴിഞ്ഞപ്പോൾ സകലരെയും പിശാച് വഴിതെറ്റിച്ചു. ഹല്ലേലൂയ. സൃഷ്ടാവായി ദൈവത്തെ മറന്നിട്ട് മനുഷ്യൻ ഈ ലോകത്തിന്റെ സൃഷ്ടികളുടെ പിന്നാലെ ഓടുവാൻ തുടങ്ങിയ സാഹചര്യം അത് മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, സൃഷ്ടമായി ദൈവത്തിലേക്ക് വന്ന് നിന്റെ കുടുംബത്തെ നീ ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ ചട്ടപ്രകാരം, പ്രമാണപ്രകാരം, കൽപ്പന പ്രകാരം വചനത്തിന് അധിഷ്ഠിതമായ നിന്റെ കുടുംബത്തെ നീ പണിതുയർത്തിയാൽ നീയും നിന്റെ മക്കളും സന്തോഷമായി ജീവിക്കും. യോശുവ പറഞ്ഞതുപോലെ പറയാൻ കഴിയും, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. യോശുവ പറഞ്ഞ്, യെശയ്യാ പറഞ്ഞ്, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ നിനക്ക് തന്റെ അടുത്തോടുകൂടി പറയാൻ കഴിയണം. ഞാനും എൻ്റെ കുടുംബവും യഹോവ എനിക്ക് തന്ന എൻ്റെ മക്കളെന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ യോശുവ പറഞ്ഞ് പറയാൻ കഴിയണം. രക്തം ചെയ്യും. കുടുംബത്തെ നന്നായിട്ട് പണിതെടുക്കണം. കുടുംബത്തെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. മാതാപിതാക്കൾ, അപ്പനമ്മോർ, മക്കൾ എല്ലാവരും മാതൃകയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്ന വീട്ടുകാര്യങ്ങളിൽ അശ്രദ്ധയായിരിക്കും. അത് ഓരോന്നും താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടി ചെയ്യണം. ഒരു കാര്യങ്ങളിലും അശ്രദ്ധയോടും കൂടി ഇരിക്കാതെ എല്ലാ കാര്യങ്ങളും താല്പര്യത്തോടെ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതെല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ.
അനേക കുടുംബങ്ങളിൽ ഭാര്യമാരോട് നിങ്ങളുടെ ഭർത്താക്കന്മാർ എവിടെ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് വേണ്ട, അതേ അവിടെ വെള്ളമടിച്ച് കിടപ്പുണ്ട്, അത് ഞാൻ പെരുവഴി പോയി ഇത് കൂട്ടുകാരുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ലേലിയ ചിലരോട് ചോദിച്ചാൽ രാവിലെ ഇറങ്ങിപ്പോയത് ഇനി എങ്ങനെ വരുന്നെന്ന് അറിയത്തില്ല. ലേലിയ ചിലർ ചോദിക്കും രാവിലെ പോയതാ ഇപ്പൊ ഇവിടെ വന്ന് വിഷയം ഉണ്ടാക്കി ഇപ്പൊ ഇറങ്ങിപ്പോയി. അല്ലേ ചില പറയും കൂട്ടുകാരുമായിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് മദ്യപിക്കുന്നുണ്ടെന്ന് പറയും. അതാ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സൗകര്യമായിട്ട് ചോദിച്ചാൽ മറുപടി അതാ. അല്ലേലിയ അത്ര ദൈവഭയം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, അല്ലെങ്കിൽ മാതൃകയില്ലാതായി പോയ കുടുംബങ്ങൾ, എന്നെ കേൾക്കുന്ന നമ്മുടെ മാതാപിതാ മടങ്ങി വരണം. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് നിങ്ങളുടെ മക്കൾ എവിടെയെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മാമില്ലടിയ സൗകര്യമായി പറയും അവൻ കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോയി, പന്ത് കളിക്കാൻ പോയി, അവൻ കൂട്ടുകാരുമായിട്ട് പുറത്തു പോയി സിനിമയ്ക്ക് പോയി. അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നാൽ നിന്റെ മകനെവിടെ മകളെവിടെ എന്ന് ചോദിച്ചാൽ അവൻ അകത്തിരുന്ന് ദൈവവചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുവാൻ ഈ ഭൂമിയിൽ ഒരു കുടുംബത്തിനും കഴിയുന്നില്ല. ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുക. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന് ഈ യാക്കോബ് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ മോഹങ്ങൾ ജനിപ്പിക്കുന്ന പാപത്തിന്റെ ചിന്തകൾ, പാപത്തിന്റെ പരിണിത ഫലങ്ങൾ, പാപം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ സകല കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ എന്റെ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതാന്തി തിരിച്ചറിയണം. ലേരിയ ഇന്നത്തെ കാലത്ത് ഈ മക്കളൊക്കെ മദ്യപിച്ച് സുബോധമൊക്കെ നഷ്ടപ്പെട്ട് ഈ മയക്കുമരുന്ന് ലഹരിയൊക്കെ അടിച്ച് കറങ്ങിയടിച്ച് വരും, വീട്ടിലേക്ക് വരും, വീട്ടുകാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അകലേന്ന് വരുമ്പോൾ മാവിന്റെ ഇലയൊക്കെ പറിച്ച് തിന്നും. പേരയുടെ ഇല, മാവിന്റെ ഇല, പിന്നെ ഈ തുളസിയുടെ ഇല, ഇന്ന് വേണ്ട, പിന്നെ ഇതൊക്കെ കടിച്ച് ചവച്ച് വരും. കാരണം ലഹരിയുടെ മണം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കടന്നു വരുന്ന തലമുറ. എന്നെ കേൾക്കുന്ന മാതാവ്, നിന്റെ കുഞ്ഞുങ്ങളെ നീ ചെറുപ്പത്തിൽ തന്നെ വചനത്തിൽ വളർത്തിയെടുക്കണം. ദൈവവചനത്തിൽ ദൈവത്തോട് അനുസരണയിൽ ദൈവ കൽപ്പന പറഞ്ഞ് പഠിപ്പിച്ച് അവനെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ മാത്രമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത കുടുംബത്തിനകത്ത് എല്ലാം പ്രശ്നമായിരിക്കും. എല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ട കുടുംബങ്ങളാ. അല്ലേറിയ അമ്മായിയമ്മയ്ക്ക് മരുമോളെ ഇഷ്ടമില്ല, മരുമോൾക്ക് അമ്മായിയമ്മ ഇഷ്ടമില്ല, അപ്പന് മരുമോളെ ഇഷ്ടമില്ല, മരുമോൾക്ക് അപ്പനെ ഇഷ്ടമില്ല, സഹോദരങ്ങളെ ഇഷ്ടമില്ല, അയൽവാസികൾ ഇഷ്ടമില്ല, എന്നും പിറുപിറുപ്പ് മാത്രം. സാത്താന്റെ ആധിപത്യം കുടുംബങ്ങൾക്കകത്ത് വ്യാപിച്ചുകൊണ്ട് കുടുംബങ്ങളെല്ലാം പിശാച് ചിന്ന ഭിന്നമാക്കി കളയുക. നമ്മുടെ കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ പണിതെടുക്കണം. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് ദൈവവചനത്തിൽ മക്കളെ പഠിപ്പിച്ച് ദൈവവചനത്തിൽ കുടുംബം എന്ത് പണിതെടുക്കണം. അങ്ങനെയുള്ള കുടുംബത്തിനകത്താണ് ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നത്. അല്ലേറിയ സ്തോത്രം. 128 സങ്കീർത്തനം 3 വാക്യം വായിക്കുമ്പോൾ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ഒലിവുതകൾ പോലെയും ഇരിക്കുന്നത് ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ നിന്റെ കുടുംബം അതേ അനുഭവത്തിലേക്ക് വരണം. ലേറിയ കുടുംബത്തിന്റെ പണി യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്നത് ഭാര്യമാരാണെങ്കിലും ഭാര്യമാരോട് ചേർന്ന് ഭർത്താവും കൂടെ നിന്നെങ്കിൽ മാത്രമേ ആ കുടുംബത്തിനകത്ത് നന്നായി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ പല വീട്ടിലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കുടുംബങ്ങളിൽ ചില സമയത്ത് കടന്നു ചെന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ബൈബിളിന് പകരം അവരെല്ലാം കൊണ്ടുവച്ചിരിക്കുന്ന ഈ മൊബൈലാ. ബൈബിൾ കൊണ്ടുപോകും മൊബൈലാ. അതിനിടയ്ക്ക് അത് ഇങ്ങനെ പ്രാർത്ഥന അതിനകത്ത് ഇടയ്ക്ക് വരുന്ന മെസ്സേജുകളും അതിനകത്ത് വരുന്ന കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് പാട്ടിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവതലത്തിനും പ്രാധാന്യം കൊടുക്കാതെ ഈ ലോകത്തിന്റെ ഇംഗിതങ്ങളിൽ കിടക്കുന്ന കുടുംബങ്ങൾ മൊബൈലായിരുന്നു ബൈബിളിൽ വരെ കൊണ്ടുവെക്കുന്നത്. അപ്പം എന്നിട്ട് ബൈബിളൊക്കെ വായിക്കും. വീട്ടിലെ പിതാവ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, മാതാവ് മൊബൈല്. എന്റെ സഭയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ആരാധനയ്ക്ക് മൊബൈൽ നോക്കരുത്, ആരാധനയും മൊബൈൽ നോക്കും, മൊബൈൽ ഉപയോഗിക്കരുത്. അത് പറയുന്തോറും ആ സഹോദരൻ ദൈവസഭയെ വെല്ലുവിളിച്ചുകൊണ്ട് മൊബൈലിനകത്ത് നിരന്തരം കൂടെ ഇരിക്കുന്ന വിശ്വാസികളൊക്കെ പരാതി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യനേക്കാൾ മക്കളെന്നേക്കാൾ ഇവരൊരു 4-5 പേര് സഭയ്ക്കകത്തിരുന്ന് മൊബൈലുകൾ അവസാനം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്റെ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു പോയത് പോട്ടെന്ന് പറഞ്ഞു. പുകഞ്ഞ പുള്ളി പുറത്താ എന്ന് പറഞ്ഞാൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് ചില ദർശനം കിട്ടുന്ന പറഞ്ഞപോലെ ചിലതൊക്കെ സഭയ്ക്കകത്തിരുന്നാലും പ്രശ്നമാണ്. അതൊക്കെ സഭയ്ക്കകത്ത് പോണേ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സഭയ്ക്കകത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കി സഭയ്ക്കകത്തുനിന്ന് ചാടി ചെല്ലുന്നതിനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പെരുമ്പാമ്പ് വാവിളർന്നിരിക്കുന്ന പോലെ ചില ദൈവസഭകളും ഉണ്ട് കേട്ടോ.
അവരിങ്ങനെ ഏത് സമയത്താണ് വരുന്നത്, ആരാ വരുന്നത്, ഇങ്ങനെ എത്തിപ്പിടിക്കാൻ മാവിളർന്നിട്ടിരിക്കുക, പെരുമ്പാൻ വരെ ഇരിക്കുന്ന സഭകളുണ്ട്. അങ്ങനെ ചെന്നതൊക്കെ ചിലത് അങ്ങ് കയറ്റിയിരുത്തുകയും ചെയ്യും. നല്ല ഏരിയ പറയുമ്പോൾ നിങ്ങൾ പിണങ്ങരുത് കേട്ടോ, പിണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാത്ത ആളാണ്. അല്ലേരിയ സത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പം ഭവനത്തിനകത്ത് മാതൃകയില്ലാത്ത ജീവിതം, ദൈവഭയമില്ലാത്ത ജീവിതം. അല്ലേരിയ ഭവനത്തിനകത്ത് മദ്യം വിളമ്പുന്ന, അശ്ലീലമായ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അശ്ലീലമായ സിനിമകൾ കണ്ട്, റിയാലിറ്റി ഷോ കണ്ടുകൊണ്ട്, സീരിയൽ കണ്ട്, സിനിമ കണ്ട് കുടുംബത്തിനകത്ത് സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞാടുകയാണ്. അല്ലേരിയ സ്തോത്രം. അതിൽ നിന്നൊക്കെ നീ പുറത്തു വരണം. നിന്റെ കുടുംബത്തെ നീ പണിതെടുക്കണം. കർത്താവ് വരെ സമയമായി. നീ നിന്റെ കുടുംബ സ്വർഗത്തിൽ ചെല്ലണം. ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടണം. അല്ലെങ്കിൽ ജഡത്തിലെ ആത്മാവിന്റെ സകല കൺമുഷന്തിക്ക് ദൈവത്തെ വിശുദ്ധയെ തികച്ചുകൊണ്ട് ജീവിക്കണം. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു നിന്ന് കുടുംബത്തെ പണിതെടുക്കണം. ആമെ സാമർത്ഥ്യമുള്ള ഭാര്യ കുടുംബത്തിനകത്തുള്ളപ്പോൾ അവളോട് ചേർന്ന് ഭർത്താവ് നിൽക്കണം, മക്കൾ നിൽക്കണം. എങ്കിൽ മാത്രമേ കുടുംബം ഐശ്വര്യമായിട്ട് പണിതെടുക്കാൻ കഴിയുള്ളൂ. പ്രൈസലോ. ചിലരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ, ചിലരുടെ ചിന്ത ചില ഭർത്താക്കന്മാർ ചില മക്കളിലേക്ക് ചിന്ത എന്ന് പറഞ്ഞാൽ, ഭാര്യമാർ വീട്ടിലെ എന്തോ ഉപകരണമാണെന്നാ, യന്ത്രമാണെന്നാ. അലക്ക് മിഷൻ, അല്ലെങ്കിൽ പിന്നെ ആഹാരം ഉണ്ടാക്കുന്ന മിഷൻ, അവർ കൽപ്പിക്കുമ്പോഴെല്ലാം അതെല്ലാം കൊണ്ടുകൊടുക്കുന്ന റോബോട്ട് പോലുള്ള മിഷനായിട്ട് ചിലരൊക്കെ ഭാര്യമാരെയും അമ്മമാരെയും കാണുന്നത്. കൽപ്പിക്കുക, അതെങ്കിൽ എടുത്തുകൊണ്ട് പോരെ, അതെങ്കിൽ കൊണ്ടുപോരെ. വെള്ളം എടുത്തു, കറി എടുത്തു, ചോറെടുത്തു, തുണിയെടുത്തു. തുണിയെന്നത് കൽപ്പനയാണ്. മക്കളും ഭർത്താവും ഭാര്യമാരുടെ കൽപ്പനയാണ്. അങ്ങനെയുള്ള കുടുംബത്തിന് സമാധാനമില്ല കേട്ടോ. ഭാര്യ, ഭർത്താവ്, മക്കൾ കുടുംബത്തിനകത്ത് ഐശ്വര്യമായി സമർത്ഥനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് ഒന്നിച്ച് കുടുംബത്തെ പണിതെടുക്കണം. ഭർത്താവ് കൽപ്പിക്കുക. രാവിലെ അലരിയ ചില വീടി വലിച്ചുകൊണ്ട്, ചില മുറുക്കുന്നവരൊക്കെ ഒരു പത്രം എടുത്തുകൊണ്ട് കസേരയ്ക്ക് കയറുന്ന കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ആ പത്രം മുഴുവൻ വായിച്ചു തീർക്കും. കൽപ്പനയാണ്. എന്നിട്ട് മക്കൾ കൽപ്പനയാണ്. ഭാര്യമാരെന്തോ വീട്ടിലെ ഒരു മിഷൻ പോലെ പലരും ലേരിയ. ആ ഭാര്യയ്ക്ക് ദൈവഭയം കാണാൻ പ്രാർത്ഥിക്കുന്നവളായിരിക്കും. കിടന്ന് ഞെരുങ്ങുക. അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും. പേരിവിടെ പറയാൻ പറ്റത്തില്ലെന്ന് മാത്രം. പ്രൈസലോ. നിങ്ങൾക്ക് നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കൾ, മക്കൾ, കുടുംബത്തെ ദൈവസേനയില് ദൈവിക സ്നേഹത്തിൽ പണിതെടുക്കണം. അതുകൊണ്ടാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 31 അധ്യായം 10 തൊട്ട് 31 വരെയുള്ള ഏകദേശം 21 വാക്യങ്ങൾക്കകത്ത് ഒരു നല്ല ഭാര്യയുടെ നല്ല ഉത്തരവാദിത്തം, ചുമതലകളെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് വായിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? ഉള്ള വില മുത്തുകൾ വേറെന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബത്തെ പണിതെടുക്കാൻ ആ കുടുംബത്തിൽ ഉള്ളവരെല്ലാം കൂടി ശ്രമിക്കണം. ചെയ്യും. ഭാര്യ പ്രാർത്ഥിക്കും, ഭർത്താവ് പ്രാർത്ഥിക്കത്തില്ല. അല്ലേരിയ. ചില വീട്ടിൽ അല്ലെങ്കിൽ മക്കളോട് അമ്മയെ ആരാധനയ്ക്ക് വിളിച്ചാൽ, അമ്മ പോയി പ്രാർത്ഥിച്ചു, അമ്മ പൊക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് മക്കൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ്. അല്ലേ? എന്നിട്ട് അവർ യേശു ഞങ്ങളുടെ കൂടെ, യേശു ഞങ്ങളുടെ കൂടെ. അല്ലേരിയ. അത് യേശു നിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ നടക്കുന്നതല്ലേ യേശു. കള്ളും കുടിച്ച് വിടിയും വലിച്ച് ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ചെടിക്ക് ജീവിതം നയിക്കുന്ന നിന്റെ കൂടെ യേശു ഒന്നും ഉണ്ടാകത്തില്ല. ഇതിന്റെ കൂടെ സാത്താൻ ഉണ്ടായിരിക്കും. അല്ലേരിയ. നീ ദൈവഭയത്തിൽ ജീവിക്കണം, വിശുദ്ധി ജീവിക്കണം. വിശുദ്ധി ജീവിച്ച് ദൈവഭയത്തിൽ ജീവിച്ച് ദൈവ കൽപ്പനകൾ, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനോട് കൂടെയാണ്, അങ്ങനെയുള്ള കുടുംബത്തിനാണ് ദൈവം വസിക്കുന്നവര്. അല്ലേ? സ്തോത്രം. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ആ കൽപ്പനകളെ അനുസരിക്കുന്നവൻ. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ അനുസരിക്കണം. അല്ലേരിയ. അവരുടെ വീട്ടിലാണ് ഐശ്വര്യ സമ്പത്തും വർദ്ധിക്കുന്നത്. അങ്ങനെയുള്ള ജീവിക്കുന്ന തലമുറയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് കുടുംബം പണിതെടുക്കുക എന്ന് പറയുന്നത് ദൈവനാമത്തിൽ പണിതെടുക്കണം. ഇന്നത്തെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ഇന്നത്തെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്? പ്രൈസലോ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. 1000 ഭാര്യമാർ, വെപ്പാട്ടികളും ഭാര്യമാരും അടക്കം 1000 പേരുണ്ടായിരുന്ന ശലോമോൻ സാമർത്ഥ്യമുള്ള ഭാര്യയെ കണ്ടുകിട്ടാൻ വിഷമിക്കുക. 1000 പേര് ഒരു പുരുഷനെ കണ്ടെത്തി. പക്ഷെ 1000 സ്ത്രീകളിൽ സാമർത്ഥ്യമുള്ള സ്ത്രീയെ കണ്ടുകിട്ടുവാൻ കഴിഞ്ഞില്ലെന്ന് ശലോമോൻ പറയുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ലേലിയ. സ്തോത്രം. ഈ കാലഘട്ടത്തിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരോ. എന്താണ് പ്രിയരി നമ്മുടെ കുടുംബം? എന്താണ് കുടുംബത്തിനകത്ത് നടക്കുന്നത്? എന്താണ് കുടുംബത്തിനകത്ത് ഇത്രമാത്രം അരാജകത്വം വന്നത്? പരസ്പരം ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ കത്തിക്കുത്തും രക്തച്ചൊരിച്ചിലും കുടുംബത്തിനകത്ത് പെരുകി. പ്രതികാരങ്ങൾ, വൈരാഗ്യങ്ങൾ പെരുകി. അല്ലേലിയ. എന്താ ഇവിടുത്തെ മയക്കുമരുന്ന് രോഗികൾക്കും ഇവിടുത്തെ മദ്യരോഗികൾക്കും നിന്റെ മക്കൾ വഴിപ്പെട്ടു, നിന്റെ ഭർത്താവ്, നിന്റെ മാതാപിതാക്കൾ, ഇന്ന് സകലരും
അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം അഡീഷണൽ സെന്ററിൽ ആമി പെൺകുട്ടികളടക്കം 500-ലധികം പേര് ചെന്നത് ഞാൻ വാർത്തയെ കണ്ടു. അല്ലെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് വലിയ ദൂതം ഇതിനകത്ത് നിങ്ങൾ കാണാൻ കേൾക്കുന്നില്ലെങ്കിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങ് പറയുന്നതാണ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ല എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കുന്നില്ലെങ്കിൽ, നിന്റെ ജീവിതം നിത്യമായ നരകത്തിൽ തന്നെയായിരിക്കും. മാനകുലത്തിന്റെ പാപത്തിന് വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി ആ ക്രൂശിമണ്ണായി യാഗമരണം സഹിച്ച മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി, കൈകാലുകൾ കരിയിരുമ്പാണി അടിച്ചിറക്കി, അവന്റെ ശരീരം പടയാളികൾ മാറി മാറി ഉഴുത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും നമുക്ക് വേണ്ടി ഇരുവുമായി തന്നെ വിലാപ്പുറം കുത്തിത്തുറന്ന് അവസാനത്തുള്ളി രക്തം വരത്തുന്ന കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു മാത്രമേ നിന്റെ കുടുംബത്തെ പണിതെടുക്കാൻ കഴിയുള്ളൂ, നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ മക്കളെ യേശുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കണം, നിത്യജീവനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കണം. രക്ഷ എന്താണ്, മാനസാന്തരം എന്താണ്, വിശ്വാസ ജ്ഞാനം എന്താണ്, വേർപാട് എന്താണ്, വിശുദ്ധ ജീവിതം എന്താണ്, കൂട്ടായ്മ എന്താണ്, പ്രാർത്ഥന എന്താണ്, വിശുദ്ധന്മാർ കൂടി വരുമ്പോൾ അപ്പം നോക്കൽ എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ മക്കളെ നേരായ പാതയിലൂടെ വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് സഹോദരിമാരുടെ ഉത്തരവാദിത്തമാണെങ്കിലും സഹോദരന്മാർ ചേർന്ന് പ്രവർത്തിക്കണം. കുടുംബം ദൈവത്താൽ പണിയണം, യേശുവിനെ ഉയർത്തണം. യേശുവിനെ ഉയർത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നാം ഓരോ ദിവസവും യേശുക്രിസ്തുവിനെ ഉയർത്തും തോറും നിങ്ങളെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ ഉയർത്തും തോറും നിങ്ങളുടെ മക്കളത് കണ്ട് വളരും. നിങ്ങളുടെ മക്കൾ യേശുവിനെ ഉയർത്തും. നിങ്ങൾ ദൈവവചനം വായിക്കുന്നത് കണ്ട് നിങ്ങൾ മക്കൾ വായിക്കാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മക്കൾ ഇത് ചെയ്യുവാൻ തുടങ്ങും. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ കുടുംബം ദൈവത്താൽ പണിതെടുക്കണം. ഹല്ലേലൂയ. കർത്താവ് മധ്യാകാശത്തിൽ വരെ സമയമായി. ലോകസംഭവങ്ങൾ ഓരോന്നും അത് കാണിച്ചുകൊണ്ടിരിക്കുക. അക്രമങ്ങൾ പെരുകുന്നു, വർഗീയത പെരുകുന്നു, തീവ്രവാദം പെരുകുന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഗ്രഹാം സ്റ്റെൻസിംഗിൽ 2 കൊച്ചുമക്കളെയും അലിയെ തീയിട്ട് ചുട്ടുകൊന്ന ആ മനുഷ്യനെ ജയിൽ മോചിതനാക്കുമ്പോൾ ഹാരാർപ്പണമൊക്കെ അണിയിച്ച് ലോകം ആദരിക്കുന്നത് കണ്ടില്ലേ? എത്ര ക്രൂരമായ നീചമായ പ്രവർത്തികൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ കുടുംബത്തെ പണിതെടുക്കുക. നല്ല സാമർത്ഥ്യമുള്ള ഭാര്യമാർ കുടുംബത്തിനകത്തുണ്ട്, ദൈവമയുള്ള സഹോദരിമാരുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്ന സഹോദരിമാർ ഏറെ സഭകളിലുണ്ട്, ദൈവ കുടുംബങ്ങളിലുണ്ട്. നിന്റെ കുടുംബത്തെയും അവർ ഒന്നിച്ച് പണിതെടുക്കണം. കുടുംബത്തിനകത്ത് സാത്താൻ പ്രവേശിക്കരുത്, കുടുംബത്തിനകത്ത് പിശാച് പ്രവർത്തിക്കരുത്. അതുകൊണ്ട് 1000 പേരിൽ ഒരു പുരുഷനെ കണ്ടു എന്ന് ശലോമോൻ പറയും, അവരാണ് യേശുക്രിസ്തു. 1000 പേരിൽ ഒരു പുരുഷനെ ശലോമോൻ അന്വേഷിച്ച് കണ്ടെത്തി. ആ പുരുഷനാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. അവൻ 1000 പേരിലും 10,000 പേരിലും അതിശ്രേഷ്ഠൻ ഗുണശാലിയായ സ്ത്രീയാണ് ക്രിസ്തുവിന്റെ സഭയായ മണവാട്ടി. 1000 പേരിൽ ഹല്ലേലൂയ 10,000 പേരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന യേശു. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പും 10,000 ശ്രേഷ്ഠനെന്ന് ശലവും സഭ 9:5-10 വായിക്കുമ്പോൾ തന്നെ 1000 പേരിൽ അതിശ്രേഷ്ഠനായിരിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവാണ്. അതാണ് സഭാപ്രസംഗി 7:28 നമ്മൾ വായിച്ചത്. 1000 പേരിൽ ഒരു പുരുഷൻ, ഏറ്റവും ശ്രേഷ്ഠവാനായ ഒരു പുരുഷൻ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ സഭയാണ് ഏറ്റവും ഗുണവതിയായ, ഗുണശീലമുള്ള, ഗുണാതിശയങ്ങളുള്ള, സാമർത്ഥ്യമുള്ള ഭാര്യ എന്നൊക്കെ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ സഭയാണ്, ദൈവസഭയാണ്. നമ്മുടെ 1000 പേരിൽ ശുദ്ധനായിരിക്കുക 10,000 ശ്രേഷ്ഠനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സഭയായി മാറണമെങ്കിൽ സഭയാ മണവാട്ടി എത്രമാത്രം വിശുദ്ധമായ ജീവിതം നയിക്കണം. ശലോമോൻ തന്റെ 1000 ഭാര്യമാരെ നിരത്തി വെച്ചിട്ട് നോക്കി, യഹോവയായ ദൈവത്തിന്റെ മണവാട്ടിയായി ആരെങ്കിലും ഇതിനകത്ത് ഉപയോഗിക്കാമോ? ആരും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, എല്ലാം ലോകപ്രകാരമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പുതിയ സഭയ്ക്ക് കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മണവാട്ടി, സാമർത്ഥ്യമുള്ള ഭാര്യയെ പോലെ നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണം. അതുകൊണ്ട് അല്ലെങ്കിൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെ സഭയിൽ ഉദ്ദേശിച്ചത്ര പറയുന്നതെന്ന് ഫെസ്ലേഖനം 5-ാം അധ്യായം അതിന്റെ 30-32 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ സാമർത്ഥ്യമുള്ള ഭാര്യ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയായ
സാമർത്ഥ്യമുള്ള ഭാര്യ. 10,000 പേരിൽ സുന്ദരൻ, 1000 പേരിൽ ഒരുവനെ കണ്ടെത്തിയ യേശു ക്രിസ്തു. സർവജ്ഞാനിയായ, സർവശക്തനായ, സർവ്വവ്യാപിയായിരിക്കുന്ന, സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന, സകലത്തിന് നിത്യജീവൻ നൽകുന്ന, നിത്യരക്ഷ നൽകുന്ന, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന, നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കുന്ന, നമുക്ക് സമാധാനം, സന്തോഷം തരുന്ന, നമ്മുടെ കുടുംബത്തെ പടുതെടുക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന യേശു ക്രിസ്തുവാണ് 1000 പേരിൽ സുന്ദരൻ. അവന്റെ മണവാട്ടി സഭയാണ്. ഹല്ലേലൂയ. സാമർത്ഥ്യമുള്ള ഭാര്യ എന്ന ആ അനുഭവത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ദൈവസഭയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. രക്തം ചെയ്യും, മടങ്ങി വാ, ദൈവസഭ മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ പറയും, ചിലപ്പോൾ ഗുണശാലികളായ സ്ത്രീകളുടെ എല്ലാ ഗുണങ്ങളും ചേർന്ന് നിങ്ങൾ കാണപ്പെട്ടില്ല എങ്കിലും ചില ഗുണങ്ങളെങ്കിലും നിങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. എല്ലാം ഒന്നും നിങ്ങൾ എല്ലാം പൂർണ്ണതയല്ലെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശവരവിന് വേണ്ടി ക്രിസ്തുവിന്റെ മണവാട്ടിയ സഭ നിങ്ങളെ തന്നെ എപ്പോഴും പണിതുകൊണ്ടിരിക്കണം. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്കും കിട്ടുമ്പോൾ വില മുത്തുകൾ ഏറിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങണം. കർത്താവിന്റെ വരവിനായി അത് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ചിത്രശലഭത്തിന് പല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരണം. ഹല്ലേലൂയ. ചിത്രശലഭം മനോഹരമായി ചിറകടിച്ച് പറന്നുയരുന്നത് പോലെ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത യേശു കർത്താവിന്റെ വരവെങ്കിൽ മനോഹരമായി നാം ചിറകടിച്ച് പറന്നുയർന്ന് കർത്താവിനോട് എടുക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ മണവാട്ടിയ സഭ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. സഹോദരിമാർ, സഹോദരന്മാർ എല്ലാം വിശുദ്ധിയിലേക്ക് മടങ്ങി വരട്ടെ. 1000 പേരിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷനെ ശലോമോൻ കണ്ടെത്തി. ഹല്ലേലൂയ. അത് യേശു ക്രിസ്തു. അതെ, ഇന്ന് പറഞ്ഞ നീ ദൈവത്തിന്റെ വചനത്തേക്ക് മടങ്ങി പോവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുമെന്ന് സദൃശവാക്യം 31:30 വരും കാണുന്നുണ്ട്. അതെ, ഞാൻ വായിച്ച വചനത്തേക്ക് വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേ. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിൽ വേറും. അതെ, ഇവിടെ ദൈവവചനത്തിന് ചെവി കൊടുത്തുകൊണ്ട് കർത്താവിലേക്ക് നെൽപ്പിച്ചു കൊടുത്താട്ട് ജീവിതത്തെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിയുടെ വരവെങ്കിൽ ആമേ സാമർത്ഥ്യമുള്ള ഭാര്യയുടെ എല്ലാ ഗുണശീലങ്ങളുമുള്ള ഒരു മണവാട്ടിയായി, ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഞങ്ങളുടെ വരവിനായി ഒരുങ്ങുവാൻ എന്നെ എൻ്റെ കുടുംബത്തെ ഒരുക്കണമെന്ന് പറഞ്ഞതിനോടൊപ്പം ചെയ്യാതെ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും കർത്താവിന്റെ കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളുടെ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉള്ളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ശേഷത്തും ഭാര്യ തോമാരി യുവനത്തിനും വാർത്തകരും രാജവൃത്താശന ഇവർ തടവറയിലായിരിക്കുന്ന സകല ജനത്തിൽ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കടക്കുന്ന VCR ക്രമസമാധാന ഭാര്യ രഹസ്യ നിയമനിർമ്മാണ രംഗത്തിൽക്കട്ടെ. ജുഡീഷ്യൽ സെക്ഷനുകൾ, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ഫോറസ്റ്റുമാർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹകരണ വിരുദ്ധമായ ആരോഗ്യ സാമ്പത്തിക മേഖലയിൽ ആയിരിക്കുന്ന സകല ജനത്തെ, സകലം എല്ലാ മേഖലയിലായിരിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടൈപ്സ് എല്ലാ വിവാദം ഓടിക്കുകയും പാടത്തും പറമ്പിൽ കൂറിയിലും കല്ലൂടെ മണ്ണോട് ഇവിടെ മല്ലടിക്കുന്ന ചോര വീർപ്പാക്കുന്ന അനവധി ആളുകൾ, തീരദേശവാസികളെ, മനുഷ്യനെ ആഴക്കടൽ കടന്നു വ്യക്തി, ചെറുമല്ലിൽ വ്യാപാരി, വ്യവസായ വഴിയോടെ കച്ചവടക്കാരെ, കാർഷിക മേഖലയിൽ ശീലമേഖലയിലായിരിക്കുന്ന ജനത്തിനായി കർത്താവ് സ്തോത്രം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. മത സംസ്കാര മാധ്യമ മീഡിയ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ ഫെഡറേഷൻ പാർട്ടികൾക്കും മാനസാന്തരം കൊടുത്ത് മടങ്ങി വരുവാൻ, മാനസാന്തരത്തിലേക്ക് ജനം മടങ്ങി വരണ്ടായി. ഇവിടെ കുടുംബങ്ങളെ മദ്യവും മയക്കും ലഹരി പദാർത്ഥ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അനവധി കുടുംബ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അക്രമം, കൊലപാതകങ്ങൾ പെരുകുന്ന കർത്താവ് നീശുനിന്ദമായ ക്രൂരകൃത്യങ്ങൾ പെരുകുന്നു, തീവ്രവാദങ്ങൾ, ഭീകരവാദം, വർഗീയതയും പെരുകിക്കൊണ്ടിരിക്കുന്ന അക്രമികൾക്ക് എന്തും ചെയ്യുവാൻ അതിനുവേണ്ടി കളം നമ്മെ രാജ്യം ഒരുക്കി കൊടുക്കുമ്പോൾ നടുവിൽ കർത്താവ് ഒരു കൂട്ടം ജനം മാനസാന്തരത്തിൽ മടങ്ങി വന്ന് നിത്യജീവന്റെ അവകാശികളായി കർത്താവ് യേശുവിന്റെ മധ്യാകാശ വരവിനായി ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കണമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പാമ്പുകളിലും മടങ്ങി വരട്ടെ. ദൈവമക്കളെ, ദേവദാസന്മാരെ ഓർക്കുന്നു, അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലഹരിക്ക് അടിപ്പെട്ടവർക്കായി ആമെ മയക്കുവിന് അടിപ്പെട്ടവരെ വിടിവിക്കണമേ. കുടുംബ യഥാസ്ഥാനപ്പെട്ട തീവ്രവാദി, ഭീകര, വർഗീയവാദി, ആമെ വിദ്വേഷികളെ, ആമെ കർത്താവി തീവ്രവാദി, നിരീശ്വര, യുക്തിവാദി, ദൈവമില്ലാതെ പറയുന്ന മൂടന്മാർ എല്ലാം മാനസാന്തരപ്പെടുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല കുട്ടിയോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവ സ്നേഹത്വം നിറയപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മയക്കുവിന് രോഗികളെ, എല്ലാ അബ്കാരി കോണ്ടക്ടർമാരെ ദൈവം സന്ദർശിക്കണമേ. കുടുംബങ്ങളെ തകർക്കുന്ന ശക്തികളെ
ഈ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ ദൈവം നീക്കം ചെയ്യാനായി ആ മേഖലയിൽ ദൈവം പുതുവഴികൾ തുറക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേറിയ സാത്താനി ആരാധന, സാത്താന്റെ തന്ത്രങ്ങൾ, സാത്താന്റെ സാധക സകല പ്രയത്നങ്ങൾ ഓൺലൈൻ സാത്താനി ആരാധന കുടിക്കിടക്കുന്ന അനേകർ ഇന്ന് മകൾ വിടിവിക്കപ്പെടുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പാപത്തെ വെച്ചോളം പോലെ വലിച്ചുകൊടുത്ത് പാപത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന സകല അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളുടെ കയ്യിൽ നിന്നും ജനം വിടിവിക്കപ്പെടട്ടെ. കേരളത്തിന്റെ ലോകത്തിന്റെ സമാധാനത്തിനായി അധികാരികളുടെ മാനസാന്തരത്തിനായി കർത്താവിനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഭൂരിൽ മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകണം, അതെല്ലാവരും മാനസാന്തരപ്പെടുന്ന സ്വർഗം വീക്ഷിച്ച് ദീർഘക്ഷമ കാണിക്കുമ്പോൾ ഈ ജനം മടങ്ങി വരുന്നതായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.